ഓഫ് ക്യാമ്പസ് അക്കാഡമി 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി 4th ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് മാനവ വിഭവശേഷി രാഷ്ട്രപുരോഗതിക്കായി എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്വാർട്ടർലി എക്സാമിനേഷൻ അടുത്തതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന എക്സാമിനേഷൻ SS ആണ് സെപ്റ്റംബർ 3-ാം തീയതി. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം നമ്മൾ ഒറ്റ എപ്പിസോഡിൽ തന്നെ തീർക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വളരെ സശ്രദ്ധം ഈ ക്ലാസ്സുകൾ കേട്ട് പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ കായികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കായിക പ്രവർത്തനങ്ങളിൽ കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, ഈ മേഖലയിൽ കൂടി എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന് പുരോഗതി പ്രാപിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൻ്റെ സാരാംശം. ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇക്കണോമിക് റിസോഴ്സസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. All the natural resources like soil and water are part of the earth. Labor encompasses all intellectual or physical effort done by people for reward. All man-made resources that aid the production processes are capital. ഭൂമി, അധ്വാനം, മൂലധനം, സംരംഭകത്വം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ സാമ്പത്തിക വിഭവങ്ങളെന്നും പറയാം. മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളും ഭൂമിയുടെ ഭാഗമാണെന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിഫലത്തിനായി മനുഷ്യൻ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു. യന്ത്രങ്ങളും ഉപകരണങ്ങളും നെല്ലുൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നാം കണ്ടെത്തിയിട്ടുണ്ട്. ഉൽപാദന പ്രക്രിയ സഹായിക്കുന്ന എല്ലാ മനുഷ്യ നിർമ്മിത വിഭവങ്ങളും മൂലധനമാണ്. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നത് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. All the natural resources like the soil and water are the part of the earth. Labor encompasses all intellectual or physical effort done by people for reward. All man-made resources that aid the production process are capital. Arrange the above factors you have identified in the table given below. നിങ്ങൾ കണ്ടെത്തിയ ഘടകങ്ങളെ താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. പേജ് നമ്പർ 78. ഫസ്റ്റ് പാർട്ട് ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ് വൺ എൻ്റർപ്രണർഷിപ്പ് ഓർ ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ സോയിൽ. Land related are soil, water, farm field. ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. മണ്ണ്, ജലം, കൃഷിയിടം. നെക്സ്റ്റ് വൺ ലേബർ, അധ്വാനം, വർക്കേഴ്സ്. അധ്വാനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളാണ് അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തേർഡ് വൺ ക്യാപിറ്റൽ, മൂലധനം. സീഡ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ട്രാക്ടർ. മൂലധനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് വിത്ത്, വളം, കീടനാശിനികൾ, ട്രാക്ടർ. എൻ്റർപ്രണർഷിപ്പ് ഓർ ഓർഗനൈസേഷൻ, സംരംഭകത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പാഡി ഫീൽഡ്. കൺസർവേഷൻ സമിതി. സംരംഭകത്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് പാടശേഖര സംരക്ഷണ കൂട്ടായ്മയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു എന്താണ് സാമ്പത്തിക വിഭവങ്ങൾ എന്നത്. കൃഷി, അധ്വാനം, മൂലധനം, സംരംഭകത്വം എന്നിവയാണ് ഉൽപ്പാദന ഘടകങ്ങൾ. ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറഞ്ഞു. ഭൂമി എന്ന് പറയുന്നത് വെള്ളം, മണ്ണ്, വായു തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അധ്വാനം എന്ന് പറയുന്നത് പ്രതിഫലത്തിനായി മനുഷ്യൻ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു. മൂലധനം എന്ന് പറയുന്നത് യന്ത്രങ്ങളും ഉപകരണങ്ങളും നെല്ലുൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചതായി നാം കണ്ടെത്തിയിട്ടുണ്ട്. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളെയും നമ്മൾ മൂലധനമെന്നാണ് പറയാറ്. ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളെയും നമ്മൾ മൂലധനമെന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനമായി നമ്മൾ നേരത്തെ പറഞ്ഞത് സംരംഭകത്വമാണ്. ഭൂമി, മൂലധനം, അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നത് സംരംഭകത്വം എന്നാണ് പറയാറ്.
തൊട്ട് താഴെ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ചും അതിന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നുണ്ട്. ഉൽപ്പാദന ഘടകങ്ങൾ ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പാട്ടം. അധ്വാനത്തിൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? വേതനം. മൂലധനത്തിൽ കിട്ടുന്നത് പലിശ. സംരംഭത്തിൽ കിട്ടുന്നത് ലാഭം. ഇപ്പോൾ ലാൻഡിന് കിട്ടുന്നത് റെൻ്റാണ്. ലേബറിന് കിട്ടുന്നത് ലേബർ വിത്ത് വേജസ് ആണ്. ക്യാപിറ്റലിന് കിട്ടുന്നത് ക്യാപിറ്റൽ വിത്ത് ഇൻട്രസ്റ്റ് ആണ്. ഓർഗനൈസേഷന് കിട്ടുന്നത് ഓർഗനൈസേഷൻ വിത്ത് പ്രോഫിറ്റാണ്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നെല്ലുൽപാദന കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ട്. കൃഷിയുടെ ഉൽപ്പാദിപ്പിച്ച നെല്ല് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉൽപ്പാദകം വിനിയോഗിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് അത് അരിയാക്കിയിട്ട് ആഹാരത്തിനായിട്ടാണ് അല്ലേ. ആഹാരത്തിന് ആവശ്യമായത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യും അല്ലേ, ഫോർ ഫുഡിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് അല്ലേ. ഫോർ ഫുഡ് അല്ലേ, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എന്താണ്, വിൽപ്പനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. ഫോർ സെയിൽ അല്ലേ, വിൽപ്പനയ്ക്കായിട്ട് നമ്മൾ നെല്ല് ഉപയോഗിക്കുന്നു. ആഹാരത്തിന് ആവശ്യമുള്ളത് കഴിച്ചാൽ ബാക്കി വരുന്ന നെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽപ്പനയ്ക്കായിട്ട് ഫോർ സെയിൽ അല്ലേ, വിൽപ്പനയ്ക്കായിട്ട് നൽകുന്നു. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, എന്താണ്, മാനുഫാക്ചർ അതർ പ്രൊഡക്ട്സ്, എന്താണ്, മറ്റുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഇപ്പം നമ്മൾ നെല്ലുകൊണ്ട് മറ്റുൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അവല് പോലത്തെ സംഭവങ്ങൾ അല്ലേ, അവല്, മലര്, ഇതൊക്കെ എന്താണ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മറ്റുൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, ഈ പത്തിരിപ്പൊടികൾ അല്ലേ, അതുപോലെ തന്നെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് മറ്റുൽപ്പന്നങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. എന്താണ് അല്ലേ, ടു മാനുഫാക്ചറിങ് ഫോർ അതർ പ്രൊഡക്ട്സ് എന്ന് പറയും. കൈമാറ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു ഫോർ എക്സ്ചേഞ്ച് അല്ലേ. എന്ത് ചെയ്യുന്നു, നമ്മൾ നെല്ല് കൊടുത്തുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വസ്തുക്കൾ വേണമെങ്കിൽ വാങ്ങിക്കാം കൈമാറ്റ വസ്തുവായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറേ നെല്ലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും കാർഷിക ഉപയോഗങ്ങളും ബാർട്ടർ സമ്പ്രദായം പോലെ നമുക്ക് കൈപ്പറ്റാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നെല്ലിൻ്റെ ഒരു വിഹിതം അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഫോർ സീഡ്സ്, എന്തിനു വേണ്ടിയിട്ട്, വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഓക്കെ, നമുക്കിതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഭാഗമാണ് എന്താണ് ബാർട്ടർ സമ്പ്രദായം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, ഫോർ എക്സ്ചേഞ്ച്, വസ്തുക്കൾ എന്താണ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ പണം ഉണ്ടാകുന്ന പണം നമ്മൾ വിനിമയ ഉപാധിയായി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ്, ബാർട്ടർ സമ്പ്രദായമായിരുന്നു നമ്മുടെ സൊസൈറ്റി നിലനിന്നത്. ബാർട്ടർ സമ്പ്രദായം എന്താണ്, പണം നിലവില്ലാതിരുന്ന കാലത്ത് വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാർഗത്തെ അല്ലേ നമ്മളെന്ത് പറയുന്നു, ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നു. പണം നിലവില്ലാത്ത കാലത്ത് എന്ത് ചെയ്തു, നമ്മൾ വസ്തുക്കൾക്ക് പകരം വസ്തുക്കളാണ് കൈമാറ്റം ചെയ്തത് അല്ലേ. ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് മറ്റൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന അവസരമാണ് അവിടെ ഉണ്ടായത് അല്ലേ, ബാർട്ടർ സിസ്റ്റം. ദ ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്, എന്താണ്, നമ്മൾ ഗുഡ്സ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു അല്ലേ, ഗുഡ്സ് വാങ്ങുന്നു. എന്ത് ചെയ്യുന്നു, ചരക്കുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ചരക്കുകൾ വാങ്ങുന്ന സമ്പ്രദായത്തെ എന്ത് പറയുക, ബാർട്ടർ സമ്പ്രദായം എന്ന് പറയാം. ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. വസ്തുക്കളെ വില നിർണ്ണയിക്കാൻ പ്രയാസമാണ് അല്ലേ. നമ്മുടെ കയ്യിലുള്ളൊരു വസ്തു, നമ്മുടെ കയ്യിൽ എന്താണ്, കുറേ തേങ്ങ ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ കുറേ മാങ്ങയാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ കുറേ നെല്ലാണ് ഉള്ളതെങ്കിൽ നമുക്കെന്താണ്, ആ വസ്തുക്കളുടെ വില നിർണ്ണയിക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ കൊടുക്കുന്ന കർഷകൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ആ വസ്തു നമ്മൾ കൈപ്പറ്റി മടങ്ങുക മാത്രമേ എന്തുള്ളൂ, ഉപാധിയുള്ളൂ. ദെൻ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന വസ്തുവിന് ചിലപ്പോൾ മൂല്യം കൂടുതലായിരിക്കും. നിങ്ങൾ സ്പൈസസ് ആയും കൊടുക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ധാന്യങ്ങളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ മൂല്യം കൂടുന്നതനുസരിച്ചുള്ള വാല്യൂ നമുക്ക് കിട്ടാത്തൊരു പ്രശ്നം വരും. മൂന്നാമതായിട്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളുടെ ലഭ്യത കുറവ് അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് ബാർട്ടർ സമ്പ്രദായം കിട്ടും. നമ്മളെ കൊടുക്കുന്ന ആളെ കയ്യിൽ എന്താണുള്ളത് അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ദെൻ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലേ. കൈമാറ്റം ചെയ്യാൻ വെച്ചാൽ നമുക്ക് കുറേ വെജിറ്റബിൾസൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ വെജിറ്റബിളൊക്കെ നമ്മൾ തലച്ചുമടായിട്ട്, ഇന്നത്തെ വാഹനങ്ങളൊന്നും ഇല്ല അന്ന് അല്ലേ, തലച്ചുമടായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും എന്താണ്, നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്താണ് കരുതിയിട്ട് അത് വീണ്ടും നമ്മൾ ചുമടായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രയാസങ്ങൾ. ആവശ്യമുള്ള ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൈമാറ്റത്തിലൂടെ ലഭിക്കാത്ത അവസ്ഥയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ദെൻ സാധനങ്ങൾ കൊണ്ടു നടക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനുമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടാണ് ഇതിൽ ഏറ്റവും പ്രയാസകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ബാർട്ടർ സമ്പ്രദായവും ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മയും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമിനിങ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്, വസ്തുക്കളുടെ വില നിർണ്ണയിക്കാനുള്ള പ്രയാസം പറയുക. രണ്ടാമതായിട്ട് ദ വാല്യൂ ഓഫ് ഗുഡ്സ് എക്സ്ചേഞ്ച് മേ വേരി, എന്താണ്, ഒരു കൈമാറ്റം ചെയ്യുന്ന വസ്തുക്കളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും. എന്താണ്, അത് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ വാല്യൂ. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ടു മീറ്റ് എവരി വൺസ് നീഡ്സ്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളുടെ ലഭ്യത കുറവാണ് മറ്റൊരു പോരായ്മ.
ഡിഫിക്കൽട്ടി ഇൻ ദ എക്സ്ചേഞ്ചിങ് ഗുഡ്സ്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് മറ്റൊന്ന്. ലാക്ക് ഓഫ് എക്സ്ചേഞ്ച് ഫോർ ദ ഡിസൈഡ് ആൻഡ് ഡിസൈഡ് ഗുഡ്സ്, എന്താണ് ആവശ്യമുള്ള ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൈമാറ്റത്തിലൂടെ ലഭിക്കാത്ത അവസ്ഥ സംഭവിക്കും. ഡിഫിക്കൽട്ടി ക്യാരിങ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ്, സാധനങ്ങൾ കൊണ്ടു നടക്കുന്നതിനും വിനിമയം ചെയ്യുന്നതിനുമുള്ള ബുദ്ധിമുട്ട് നമുക്ക് നേരിടും. നമ്മൾ പേജ് നമ്പർ 79 ഈ ഭാഗം നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. Make a flow chart on the different stages of the evolution of money. First picture, barter product. Second stage, gold, metal coins, paper money, plastic cards, electronic money. പണത്തിൻ്റെ പരിണാമഘട്ടങ്ങളെക്കുറിച്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് പണത്തിൻ്റെ ബാർട്ടർ ഉൽപ്പന്നങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ. പിന്നീട് ബാർട്ടർ ഉൽപ്പന്നങ്ങൾ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന സമ്പ്രദായം മാറിയിട്ട് സ്വർണം വിനിമയ ഉപാധിയായിട്ട് മാറി. സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശികളൊക്കെ എന്താണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ലോഹ നാണയങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. ഇരുമ്പ്, ചെമ്പ്, വെങ്കലം, അങ്ങനെ പല ലോഹങ്ങളിൽ നാണയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീടാണ് കടലാസ് പണം ഉണ്ടായത്. പിന്നീട് പ്ലാസ്റ്റിക് കാർഡുകൾ ഉണ്ടായി. എ ടി എം എക്സാമ്പിളാണ്. ദെൻ അവസാനമായിട്ട് ഇന്നത്തെ ഏറ്റവും ആധുനിക പണവിനിമയ രീതിയാണ് ഇലക്ട്രോണിക് പണം. ബാങ്ക് ആപ്പുകൾ, ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ഇതൊക്കെ എന്താണ് ഇലക്ട്രോണിക് പണത്തിന് എക്സാമ്പിൾസ് ആണ്. Human resource denote people who can work and can be used in the production processes. ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അഥവാ മനുഷ്യ വിഭവം. People of country are one of the factors that provide the human resources of that country. Human resources are able to convert the available nature resources into products using physical powers and intelligence. ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റ് ഉൽപ്പാദന ഘടകങ്ങളുടെ സഹായത്തോടെ കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദന ഘടകങ്ങളാക്കി മാറ്റാൻ മാനവ വിഭവത്തിന് കഴിയുന്നുമുണ്ട്. Human resources can be made more efficient by ensuring higher education, പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഹെൽത്ത് കെയർ. പരമ്പരാഗത കൃഷിരീതി, മഴയെ ആശ്രയിച്ചുള്ള കൃഷിരീതി, കായികാധ്വാനം കൂടുതൽ, സമയനഷ്ടം, തൊഴിൽ വൈദഗ്ധ്യം കുറവ്, തൊഴിലാളി കേന്ദ്രീകൃതം, യന്ത്രങ്ങളുടെ അഭാവം, താരതമ്യേന ഉൽപ്പാദനം കുറവ്, ഇതൊക്കെ എന്താണ് പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഡീമെറിറ്റ്സാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കൃഷിരീതികൾ, യന്ത്രവൽകൃതമായ മഴയെ ഭാഗികമായി ആശ്രയിക്കുന്ന, കായികാധ്വാനം കുറവുള്ള, സമയലാഭം ഉള്ള, തൊഴിൽ വൈദഗ്ധ്യം കൂടുതൽ, തൊഴിലാളികളുടെ എണ്ണം കുറവ്, യന്ത്രങ്ങളുടെ ഉൽപ്പാദനം താരതമ്യേന കൂടുതൽ, ഇതെല്ലാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്, പരമ്പരാഗത കൃഷിരീതി. അഗ്രികൾച്ചർ ഡിപ്പെൻഡഡ് ഓൺ റെയിൻ, മഴയെ ആശ്രയിച്ചുള്ള കൃഷിരീതി. മോർ ഫിസിക്കൽ എഫേർട്ട്, കായികാധ്വാനം കൂടുതൽ. ലോസ് ഓഫ് ടൈംസ്, സമയനഷ്ടം. ലെസ് സ്കിൽ, തൊഴിൽ വൈദഗ്ധ്യക്കുറവ്. വർക്കർ ഓറിയൻറ്റഡ്, തൊഴിലാളി കേന്ദ്രീകൃതം. ലാക്ക് ഓഫ് മെഷീനറി, ലെസ് പ്രൊഡക്ഷൻ, യന്ത്രങ്ങളുടെ അഭാവം, താരതമ്യേന ഉൽപ്പാദനം കുറവ്. പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ശൈലികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. മഴയെ ആശ്രയിച്ച് മാത്രമേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അഗ്രികൾച്ചർ ഡിപ്പെൻഡഡ് ഓൺ റെയിൻ. മോർ ഫിസിക്കൽ എഫേർട്ട്, കായികാധ്വാനം കൂടുതലാണ്. യന്ത്രങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ കായികാധ്വാനം കൂടും. ലോസ് ഓഫ് ടൈം, സമയനഷ്ടം. ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് അവർ വയലൊക്കെ കിളച്ച്, പറമ്പൊക്കെ കിളച്ചുകൊണ്ട് കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ലെസ് സ്കിൽ, തൊഴിൽ വൈദഗ്ധ്യം കുറവായിരുന്നു. വർക്കർ ഓറിയൻറ്റഡ്, തൊഴിലാളി കേന്ദ്രീകൃതമായിരുന്നു. ലാക്ക് ഓഫ് മെഷീനറി, ലെസ് പ്രൊഡക്ഷൻ, യന്ത്രങ്ങളുടെ അഭാവം, താരതമ്യേന ഉൽപ്പാദനം കുറവായിരുന്നു.
സ്ഥാനത്ത് മോഡേൺ ഫാമിങ്ങോ, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള കൃഷിരീതി എങ്ങനെയുള്ളതാണ്? അത് യന്ത്രവൽകൃതമാണ്. എന്തൊക്കെയാണ് എൻ്റെ മെറിറ്റ്സ്? പാർഷ്യലി ഡിപ്പെൻഡൻറ്റ് ഓൺ റെയിൻ, മഴയെ ഭാഗികമായി ആശ്രയിക്കുന്നു. മഴയില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ജലസേചന മാർഗത്തിലൂടെ അവർ കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നർത്ഥം. ലെസ് ഫിസിക്കൽ എഫേർട്ട്, കായികാധ്വാനം കുറവാണ്, യന്ത്രവൽകൃതമാണ്, അതുകൊണ്ട് കായികാധ്വാനം കുറവാണ്. സേവ് ടൈം, സമയലാഭം, കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റും. സ്കിൽ ഡെവലപ്മെൻറ്റ് ഹൈ, തൊഴിൽ വൈദഗ്ധ്യം കൂടുതലാണ്. ലെസ് നമ്പർ ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് കൂലി കുറയും. യൂസ് ദ മെഷീൻസ് ആൻഡ് ഹൈ മോർ പ്രൊഡക്ഷൻസ്, യന്ത്രങ്ങളുടെ ഉപയോഗം കൂടുതൽ, താരതമ്യേന ഉൽപ്പാദനം കൂടുതലായിരിക്കും. അപ്പം കമ്പാരിറ്റീവ്ലി ഇവിടെ പരമ്പരാഗത കൃഷികളെക്കുറിച്ചും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കൃഷിരീതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻസറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡിഫറൻറ്റ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ് ആൻഡ് മോഡേൺ ഫാമിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഈ ഉത്തരം നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ. Can the entire population of country be considered as human resources? രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും മാനവ വിഭവശേഷിയായി പരിഗണിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം നോ, ആൻസർ നോ എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ബട്ട് ഇറ്റ്സ് ക്വാളിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് ഹ്യൂമൻ റിസോഴ്സസ്. എങ്ങനെയുള്ള ജനവിഭാഗത്തെയാണ് രാജ്യത്തിൻ്റെ മാനവവിശേഷിയെ പരിഗണിക്കാൻ കഴിയുന്നത്? ഉൽപ്പാദനരംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവവിശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുന്നു. ജനസംഖ്യയുടെ വലുപ്പം, ജനസംഖ്യാ ഘടന, വൈദഗ്ധ്യം, വളർച്ച. ലോക ജനസംഖ്യയിൽ ഇന്ന് 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയാണ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ പിരമിഡ്. The population structure of country consists of people belonging to the different age groups. It is not the size of the population but is its quality that determines human resources. According to the Periodic Labour Force Survey, a report published by Government of India in February 2023, the labour force of the country is the population of 50 years of age and above who are willing and able to work. Its number of people belonging to the age structure is high. It positively influences the income and growth of the economy. പേജ് നമ്പർ 84 ഈ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ജനസംഖ്യാ പിരമിഡിൻ്റെ ഘടന വിവിധ പ്രായപരിധിയിൽപ്പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിൻ്റെ ജനസംഖ്യാ ഘടന. ജനസംഖ്യയുടെ വലിപ്പമല്ല, അതിൻ്റെ ഗുണമേന്മയാണ് മാനവവിഭവത്തെ നിർണ്ണയിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. കുറേ ആളുകൾ ഉണ്ടായിട്ട് കാര്യമില്ല, ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ജനങ്ങൾ ഉണ്ടാവണമെന്നാണ്. ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഗുണമേന്മയുള്ള ജനങ്ങൾ ഉണ്ടാവണം, ആളുകളുടെ എണ്ണം കൂടിയുണ്ട് കാര്യമില്ല. ഇന്ത്യ ഗവൺമെൻറ് 2023 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS റിപ്പോർട്ട് പ്രകാരം 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിൻ്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. The labor force of country. Which age group is likely to have more willingness and ability to work? The labor force of country is the population of 50 years of age and above who are willing and able to work. എന്താണ് പറയുന്നത്? 15 വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗത്തെ രാജ്യത്തിൻ്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. വാട്ട് ഇസ് ദ ലേബർ ഫോഴ്സ് ഓഫ് ദ കൺട്രി? എന്താണ് തൊഴിൽ സേന എന്ന ചോദ്യം. ഓക്കെ. നെക്സ്റ്റ് പാർട്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ. Human capital is the economic value of human resources. As human resources, we become human capital through education and job training. Example, farmers, teachers, scientists. എന്താണ് മനുഷ്യ മൂലധനം എന്നാണ് ഇവിടെ പറയുന്നത്? മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യമൂലധനം. മനുഷ്യമൂലധന ശേഖരണത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന സ്വരൂപീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിൽ പരിചിതമായിട്ടുള്ള മനുഷ്യമൂലധന രൂപങ്ങൾ
കർഷകന്മാരും അധ്യാപകരും ശാസ്ത്രകാരന്മാരൊക്കെ തന്നെയാണ്. ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ദ ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യമൂലധനത്തെ എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പേജ് നമ്പർ 85 ആണ്, 85-ലാണ് ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ദ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കിടക്കുന്നത്. മനുഷ്യമൂലധനത്തെ എങ്ങനെയാണ് നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് അവിടെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രൊവൈഡ് ദ ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ്. മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് മനുഷ്യമൂലധനത്തെ ശക്തിപ്പെടുത്താം. എനേബിൾ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കിക്കൊണ്ട് നമുക്ക് മനുഷ്യമൂലധനത്തെ മെച്ചപ്പെടുത്താം. എംഫസൈസ് സ്കിൽ ഡെവലപ്മെൻറ്റ്. നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക. ക്രിയേറ്റ് ആൻ എംപ്ലോയി ഫ്രണ്ട്ലി വർക്ക് എൻവയോൺമെൻറ്റ്. തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇൻഷുറൻസ് കവറേജ്. ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാക്കുക. ദാൻ എൻഷുർ ജോബ് സെക്യൂരിറ്റീസ്. തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക. ബെറ്റർ വേജസ്. മെച്ചപ്പെട്ട വേതനം നൽകുക. ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെങ്തൻ ദ ഹ്യൂമൻ ക്യാപിറ്റൽ. എന്താണ്? നമുക്ക് മനുഷ്യമൂലധനത്തെ നമുക്ക് ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മനുഷ്യമൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പദസൂര്യൻ ഇവിടെ തയ്യാറാക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫോർമേഷൻ. മനുഷ്യമൂലധന രൂപീകരണത്തിന് നമുക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത എന്നിവയിലൂടെ നമുക്ക് മനുഷ്യമൂലധന രൂപീകരണം നടത്താൻ പറ്റും. സമൂഹത്തിൻ്റെ സമൂല ഉയർച്ചയ്ക്ക് നമുക്ക് എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. വൈ ഡു പാരൻസ് ഗീവ് സോ മച്ച് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പാരൻസൊക്കെ എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നമുക്ക് തരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറയുന്നത്, അതിന് പ്രോത്സാഹനം തരുന്നതും അതിന് വേണ്ടി പണം ചെലവഴിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തയ്യാറാക്കാനുണ്ട്. പേജ് നമ്പർ 87, 4.6 ഫിഗർ, ചിത്രം 4.6. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. പീപ്പിൾ ക്യാൻ യൂസ് മോഡേൺ ടെക്നോളജി effectively, acquire better jobs, earn more income and a high standard of living. People can become asset of the growth of the country. It's also possible to create a society with a high sense of values. First step, education. Increasing ability, technological knowledge, skill development, better job, better income, better quality of life, national development. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിവ് വർദ്ധിക്കുന്നു. ഇൻക്രീസിങ് എബിലിറ്റി, ടെക്നോളജിക്കൽ നോളജ്, സാങ്കേതിക വിജ്ഞാനം ഉണ്ടാവുന്നു. സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. നൈപുണ്യ വികസനം ഉണ്ടാവുന്നു. ദെൻ ബെറ്റർ ജോബ്, മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നു. ബെറ്റർ ഇൻകം, മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നു. ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, മെച്ചപ്പെട്ട ജീവിത നിലവാരം ലഭിക്കുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ്, രാജ്യ പുരോഗതി ഉണ്ടാകുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് നിർബന്ധമായിട്ടും 14 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യം നിർബന്ധവുമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം തരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസത്തിലൂടെ അവസാന ഘട്ടം അത് എന്തിലേക്കാണ് എത്തുക? രാജ്യ പുരോഗതിയിലേക്കാണ് എത്തുക. നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് ഹെൽത്ത്? Health is a state of physical, mental and social well-being. People with poor health cannot contribute actively to the progress of the country. എന്താണ് ആരോഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന നിർവചിക്കുന്നുണ്ട്. It is a state of physical, mental and social well-being, the World Health Organization WHO അനൗൺസ്ഡ്. ആരോഗ്യക്ഷമത കുറയുന്നത് വ്യക്തിയെയും രാജ്യപുരോഗതിയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ. How does the declining health affect individual and national development? Decreasing productivity, difference from works, slow down production. ഉൽപ്പാദനക്ഷമത കുറയും,
ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും, ഉൽപ്പാദനം കുറയുന്നു, വരുമാനം കുറയുന്നു. അതാണ് ഇതിൻ്റെ ഡീമേഴ്സ്. നെക്സ്റ്റ് പാർട്ട് പേജ് നമ്പർ 88. ഹെൽത്ത് കെയർ സിസ്റ്റം. സ്ട്രെങ്തൻ ഇമ്മ്യൂണി സിസ്റ്റം. Give importance to hygiene. Ensure availability of the nutrition of foods. Provide better medical facilities. Ensure recreation and relaxation. ആരോഗ്യ സംരക്ഷണ പരിപാലന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ആരോഗ്യ പരിപാലന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? രോഗപ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം. ശുചിത്വ പരിപാലനത്തിന് പ്രാധാന്യം നൽകുക. മതിയായ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുക. മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക. വിനോദവും വിശ്രമവും ഉറപ്പുവരുത്തുക. സ്വാഭാവികമായിട്ടും ആരോഗ്യ മെച്ചപ്പെടാൻ ഇടയാക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ മേഖല പറയുന്നത്. ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിലൂടെ ഗവൺമെൻറ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്? അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപങ്ങൾ മനുഷ്യ മൂലധന രൂപീകരണത്തെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിരോധ ഔഷധങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, രോഗം ഭേദമാക്കാനുള്ള ഔഷധങ്ങൾ, ശുദ്ധമായ കുടിവെള്ള വിതരണം, ശുചീകരണ നടപടികൾ എന്നിവയൊക്കെ നടപ്പിലാക്കിയിട്ട് നമുക്ക് ആരോഗ്യ പരിപാലന സംവിധാനങ്ങളെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് മൈഗ്രേഷൻ. The migration is the permanent of the temporary movement of people from the region to another region. It causes many changes in the social, economic and cultural spheres. കുടിയേറ്റം എന്നാൽ എന്ത് എന്നാണ്? ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലകൾ കുടിയേറ്റം നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുടിയേറ്റത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന പ്രാദേശിക മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചെലവുകൾ വഹിക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്താണ് തൊഴിൽ പരിശീലനം? സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഈസ് ദ ഗെറ്റിംഗ് ജോബ്സ് ഈസ് certain fields. Acquiring job training can help increase in productivity, thus enabling the higher output. Job training will bring human capital formation to its peak. ചില പ്രത്യേക മേഖലകളിൽ തൊഴിൽ ലഭിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനങ്ങൾ നിർബന്ധമാണ്. ഡോക്ടറും എഞ്ചിനീയറും അധ്യാപകരും എല്ലാം ആകുന്നവർ അവരവരുടെ മേഖലകളിൽ അനുയോജ്യമായ തരത്തിലുള്ള പരിശീലന കോഴ്സുകളിലൂടെ തൊഴിൽപരമായ പ്രാവീണ്യം നേടിയവരാണ്. ഈ തൊഴിൽ പരിശീലനം നേടുന്നത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായകരമാകും. അതുവഴി ഉയർന്ന ഉൽപ്പാദനം സാധ്യമാവും. തൊഴിൽ പരിശീലനം സാമൂഹ്യ മൂലധന രൂപീകരണത്തെ അതിൻ്റെ പാരമ്യതയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. Access to information. Access to information needs to the fostered to help people gather information about the service provided. മനുഷ്യമൂലധന രൂപീകരണം സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവരലഭ്യത. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യമൂലധന രൂപീകരണത്തിന് ആക്കം കൂട്ടുന്നുമുണ്ട്. നമ്മൾ പറഞ്ഞു തൊഴിൽ പരിശീലനം മനുഷ്യമൂലധന രൂപീകരണത്തെ സഹായിക്കുന്ന എങ്ങനെയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചില പ്രത്യേക മേഖലയിൽ തൊഴിൽ ലഭിക്കുന്നതിന് നൈപുണ്യ വികസന പരിശീലനം നിർബന്ധമാണ്. ഡോക്ടറാവാൻ, എഞ്ചിനീയറാവാൻ, അധ്യാപകരാകാൻ ഇവരൊക്കെ എന്താണ് മേഖലയിൽ അനുയോജ്യമായ തരത്തിലുള്ള പരിശീലന കോഴ്സുകളുടെ മാത്രമേ അവർക്ക് തൊഴിൽ നേടാൻ പറ്റുള്ളൂ. ആക്സസ് ഓഫ് ഇൻഫോർമേഷൻ. വിവരലഭ്യത മനുഷ്യ രൂപീകരണത്തെ സഹായിക്കുന്ന എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നു. മനുഷ്യമൂലധന രൂപീകരണം സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വിവരലഭ്യത. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യമൂലധന രൂപീകരണത്തിന് ആക്കം കൊടുക്കുന്നുണ്ട്. വിവിധ challenges faced to human capital formation. Poverty. What is poverty? Poverty is the state of not being able to meet even our basic needs. This is the biggest challenges faced by human capital formation. It is the low income that pushed people into poverty. ദാരിദ്ര്യം, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ദാരിദ്ര്യം പറയും. ദാരിദ്ര്യം മനുഷ്യമൂലധന രൂപീകരണത്തിന് എങ്ങനെ സഹായിക്കുന്നു അല്ലേ? എങ്ങനെയൊക്കെയാണ് വെല്ലുവിളികളാവുക? മനുഷ്യമൂലധന രൂപീകരണത്തിന് എങ്ങനെയൊക്കെയാണ് വെല്ലുവിളിയാവുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും ഒരു വലയത്തിൽ എന്ന പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഭേദിച്ചാൽ മാത്രമേ മാനവവിഭവശേഷി മെച്ചപ്പെടുത്തി മനുഷ്യ മൂലധന രൂപീകരണം സാധിക്കുകയുള്ളൂ.
Unemployment is the condition in which the healthy and capable person will be the willing to work at the prevailing wage rate. നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയ്ക്ക് എന്താ പറയുക നമ്മൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. നിലവിലുള്ള വേതന നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള ആരോഗ്യവും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് തൊഴിൽ കണ്ടെത്താനാവാത്ത അവസ്ഥയെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നു. There are various types of employment in the country. The important ones are given below. Page number 92. Open unemployment or willing to work but unemployment. പ്രകടമായ അതായത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മയും നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അതിൽ പ്രകടമായ തൊഴിലില്ലായ്മ അഥവാ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് ഓർ വില്ലിംഗ് ടു വർക്ക് ബട്ട് അൺഎംപ്ലോയ്മെൻറ്റ്. സെക്കൻഡ് വൺ ഘടനാപരമായ തൊഴിലില്ലായ്മ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് or job loss due to the introduction of new technology. Structural unemployment or job loss due to the introduction of new technology. ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അഥവാ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥയാണ്. തേർഡ് വൺ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഓർ എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ സീസൺ ആൻഡ് ദ റിമൈനിങ് അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ദ റെസ്റ്റ് ഓഫ് ദ ടൈം. കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയും. അഥവാ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാത്ത ആവുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പം നമ്മൾ മഴക്കാലത്ത് ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല സീസൺ നോക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരുടെ സീസൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ്വിഷ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അഥവാ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥയാണത്. or a condition where the more than number of laborers required an unemployment in the production process without any change in the total output. ഫോർത്ത് ചാപ്റ്റർ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. എക്കണോമിക്സിലെ ചെറിയൊരു ചാപ്റ്ററാണ്. എല്ലാ ഭാഗവും എന്താണ് ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ പഠന വിധേയമാക്കിയിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാവുക. നമുക്ക് സെപ്റ്റംബർ 3-ാം തീയതി തുടങ്ങുന്ന പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടുന്ന അവസാനത്തെ ചാപ്റ്ററാണ് ഈ ഫോർത്ത് ചാപ്റ്റർ. ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ എല്ലാവർക്കും എന്താണ് പ്രത്യേക നന്ദി അറിയിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ആൾ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 1, 2, 4 ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവരും റിവിഷൻ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു.